നമുക്കിന്നൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാലോ? എല്ലാവരും കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നതാണ്. പക്ഷെ ഇത് ഒരു കോവയ്ക്കയുടെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കാതെ തന്നെ വെറുതെ നമുക്കൊന്ന് മെഴുക്കുവരട്ടി വെച്ച് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ കോവയ്ക്ക ഇതുപോലെ വാലും അതിൻ്റെ തലയൊക്കെ മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടോ റൗണ്ടിൽ ഒന്ന് അരിഞ്ഞെടുത്തു. നമുക്ക് അധികം വിളയാത്ത കോവയ്ക്കാണ് നല്ലത് കേട്ടോ. പഴുത്തു പോകുന്നതിനെക്കാട്ടി നല്ലത്. എനിക്കിപ്പോൾ കിട്ടിയത് ഇച്ചിരി ഒരു പഴുത്തു പോയതാണ്. ഒന്ന് ആദ്യം എടുത്തത് തന്നെ അങ്ങനെയാണ്. ഇനി നോക്കാം നമുക്ക്. അധികം കട്ടി ഇല്ലാതെ കേട്ടോ നമുക്കിങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ കോവയ്ക്കെല്ലാം അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിച്ച് നമുക്കൊരു പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയേ. 1/2 സ്പൂൺ കടുക് ഒന്നിട്ട് കൊടുക്കാം. 2 പൂള് തേങ്ങാക്കൊത്ത് കേട്ടോ, അത് ചെറുതാക്കി അരിഞ്ഞത് അതൊന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കീറി വെച്ചിരിക്കുന്ന ഒരു 3 മുളക്, ഒരു ചെറിയ സവോള അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ കോവയ്ക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കണേ. അരക്കിലോ കോവയ്ക്കായിരുന്നു കേട്ടോ. കോവയ്ക്ക തട്ടി കൊടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ചെറു തീയിൽ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കോവയ്ക്ക് ഒന്ന് തുറന്നു നോക്കണ്ടേ എന്തായെന്ന് നോക്കാം അല്ലേ. വഴന്ന് വന്നിട്ടുണ്ട്, ആയിട്ടില്ല. നമ്മൾ ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. വെള്ളമൊന്നും തീരെ ഒഴിച്ചേക്കരുത്. ഇനി നമുക്ക് ഈ സമയത്തേ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കാം. ഉപ്പൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് മൂടി വെച്ച് ഇനിയും കുറച്ചും കൂടി ആവട്ടെ. കോവയ്ക്ക എന്തായെന്നൊന്ന് നോക്കാവേ. നോക്കിക്ക്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതാ നന്നായിട്ട് ആയിട്ടുണ്ട്. മെഴുക്കുവരട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, എണ്ണ വാട്ടിയതെന്ന് പറയാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കോവയ്ക്കയുടെ നാച്ചുറൽ ടേസ്റ്റ് അല്ലേ, കോവയ്ക്കയുടെ രുചി എന്താണോ അതാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ വഴന്ന് കഴിയുമ്പോഴേ എടുക്കാവുള്ളൂ, വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു 1.5 സ്പൂൺ എണ്ണയൊക്കെ മതിയാവും. ആ എണ്ണയിൽ അതിങ്ങനെ വഴന്ന് നല്ല പോലെ വഴന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. കോവയ്ക്ക നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാതെ. നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇതാ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക വാട്ടിയത് ഒന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതേ ചോറിൻ്റെ കൂടെ ഒരു മെഴുക്കുവരട്ടി ഇല്ല, വാട്ടിയത് അങ്ങനെ തന്നെ പറയാം. മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ അരിയുന്നതിലൊക്കെ വ്യത്യാസമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിലല്ലേ നമ്മളിടുന്ന പുതിയ പുതിയ ഡിഷുകളൊക്കെ, തനി നാടൻ ഡിഷുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത ഒരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കുമേ.